അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവരുടെ മറ്റു ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദര സഹോദരികളെ, സുദീർഘമായ ഒരു പ്രഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അജയനായ അമരക്കാരൻ നമ്മുടെ വേദിയിൽ നിലകൊള്ളുകയാണ്. സഹോദരങ്ങളുടെ പണ്ഡിതോജ്വലമായ നസീഹത്ത് ഇവിടെ നടക്കാനാണ്. ആ നസീഹത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ അത് കേട്ട് മനസ്സിലാക്കി വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കണം. ജീവിത വിശുദ്ധി അത് നമ്മുടെ ജീവിതത്തിൽ നാം പാലിച്ചുകൊണ്ട് ആത്മീയമായ ആ വിശുദ്ധി, അതുപോലെ തന്നെ മനസ്സിന്റെ ആ വിശുദ്ധി, മാനസികമായ വിശുദ്ധി നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ കർമ്മങ്ങൾ ഒക്കെ നിയ്യത്തിന്റെ നിലയനുസരിച്ചാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളുടെ സാധൂകരണം നിയ്യത്തുകളെ കൊണ്ടാണ്. ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം നമ്മൾ ചെയ്യുമ്പോഴുള്ള ആ നിയ്യത്ത് അതുപോലെയായിരിക്കും, ആ നിയ്യത്ത് പോലെയായിരിക്കും നമ്മുടെ പ്രവർത്തനത്തിനുള്ള പ്രതിഫലമുണ്ടാവുക. ഏതൊരു പ്രവർത്തനങ്ങളും നമ്മുടെ നിയ്യത്തുകളെ കൊണ്ടാണ്. ആ നല്ല നിയ്യത്തോടുകൂടെ തുടക്കം കുറിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്ന് വലിയ ഒരു വൃക്ഷമായി പന്തലിച്ചുകൊണ്ട് നമ്മുടെ കേരളക്കരയിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ, അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലുമൊക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പുറം ലോകത്തുള്ള പണ്ഡിതന്മാരുമൊക്കെ നമ്മുടെ ഇവിടുത്തെ ഈ പണ്ഡിത സഭയുടെ ആ നിലവാരം കണ്ടുകൊണ്ട് അത് പ്രകീർത്തിപ്പെടുത്തുന്ന, പ്രകീർത്തനം ചെയ്യുന്ന ഒരു അവസ്ഥയിലാണെന്നുള്ളത്. വളരെ സൂക്ഷ്മതയോടുകൂടെ മതകാര്യം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഈ പണ്ഡിത സഭ അത് മാതൃകയാണ് നമുക്ക്. മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നവറല്ലാഹു മർക്കദ അവരാൽ സ്ഥാപിക്കപ്പെട്ട ആ നമ്മുടെ ഈ പണ്ഡിത സഭ, അതിന്റെ അജയനായ ജനറൽ സെക്രട്ടറി നമ്മുടെ സദസ്സിലുണ്ട്. വളരെ സൂക്ഷ്മതയോട് കൂടിക്കുന്ന, വളരെ
സത്യസന്ധതയോടുകൂടെ നമുക്ക് കാര്യങ്ങൾ നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും നമ്മുടെ മറ്റ് പണ്ഡിതന്മാർക്കും സദാത്യങ്ങൾക്കുമൊക്കെ ദീനിന്റെ സേവനങ്ങൾ ചെയ്യാൻ ആയുരാരോഗ്യദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ഉപ്പട്ടി എന്ന പ്രദേശം വർഷങ്ങളായി ഉസ്താദ് അവറുകളെ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ അവർ പങ്കുവെക്കുകയാണ്, ഉസ്താദ് ഇവിടെ വരണം. അതങ്ങനെ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം എന്തുകൊണ്ടാണ്, അവരോടുള്ള മഹബത്ത് എന്താണ്? നമുക്ക് പരിശുദ്ധമായ ദീനിന് വളരെ കറകളഞ്ഞ ആത്മാർത്ഥതയോടുകൂടിയുള്ള സേവനങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് എല്ലാ നിലയിലും ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടെ നമുക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ, മഹാനായ ഹിസ്നുൽ മുഹഖഖീഖ് കണ്ണിയാത്ത് ഉസ്താദ് അവറുകളും നവറല്ലാഹു മർക്കദ, അതുപോലെ തന്നെ മഹാനായ ശംസുൽ ഉലമാ നവറല്ലാഹു മർക്കദ, അതുപോലെയുള്ള ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ, സിഎച്ച് ഉസ്താദ് അവറുകൾ പോലെയുള്ള ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ നേതൃത്വം നൽകിയ നമ്മുടെ ഈ പണ്ഡിത സഭ, അതങ്ങനെയുള്ള നമ്മുടെ ഈ പണ്ഡിത സഭ ഇന്ന് നിയന്ത്രിക്കുന്ന സദാത്യങ്ങളും അലിമ്യങ്ങളുമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിത വിശുദ്ധി നമുക്ക് മനസ്സിലാകും. ഇവിടെ നേരത്തെ നമ്മുടെ മജ്‌ലിസ് നൂറിന്റെ സംബന്ധിച്ച് ഇവിടെ പറയുകയുണ്ടായി. മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ നമ്മൾ മജ്‌ലിസ് നൂർ പാരായണം ചെയ്യാൻ പറഞ്ഞു. നമുക്ക് വേണ്ട ഭൂമി ഇവിടെ ലഭ്യമായി, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വളരെയധികം സന്തോഷത്തോടുകൂടെ നടന്നു വരികയാണ്. നമ്മുടെ പള്ളി പെയിന്റ് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ നിലക്കും നമുക്ക് ഔന്നത്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് ഉയർച്ച? ദീനിന്റെ. നമ്മളൊക്കെ ജീവിക്കുന്നത് അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കാൻ വേണ്ടിയാണ്. ആ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുസുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതം സംശുദ്ധമാക്കുക. വളരെ സൂക്ഷ്മത, വളരെയധികം മോശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ നിലക്കും എല്ലാ നിവാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആഖിറു സമാനാണ്. ആ കാലം ഫസാദായിരിക്കുന്ന കാലഘട്ടമാണ്. മഹാനായ സൈദ് ബിൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, വൽ ഉസ്ലത്തുൽ ഔലാ ഇദാ ഫസദ സമൻ, കാലം നാശമാകുമ്പോൾ ഏകാന്തവാസമാണ് ഏറ്റവും നല്ലത് എന്ന്. ആ കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഉസ്ലത്തിന്റെ കാലവും കഴിഞ്ഞ് അങ്ങോട്ട് പോയിരിക്കുന്ന ഒരു കാലഘട്ടം. വളരെ സൂക്ഷ്മതയോടുകൂടെ വളരെ സത്യസന്ധമായി നമ്മുടെ ജീവിതം നാം ചിട്ടപ്പെടുത്തി പൂർവികന്മാർ നമുക്ക് കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ സമസ്തകേരള ജമിയത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരൊക്കെ നമ്മിലേക്ക് പകർന്നു തന്ന ആ ആശയവും ആദർശവും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വരും തലമുറക്ക് നമ്മൾ മാതൃകയായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടെ ജീവിക്കാൻ, വറയോടുകൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഏവരെയും അവന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന തിരുവാക്യത്തിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഞാൻ വാക്കുകൾ ഉപസ്മരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു.